കർത്താവ് യേശുക്രിസ്തു തന്റെ പരസ്യശുശ്രൂഷ തുടങ്ങിയ കാലങ്ങളിൽ കർത്താവ് നാട്ടിലൂടെ, ദേശത്തിലൂടെ, പട്ടണത്തിലേക്ക് പോകുമ്പോൾ ഓരോരുത്തരെയും വിളിച്ചു, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. വേറെ ഒന്നും യേശു കൺവിൻസ് ചെയ്തില്ല. നീ എന്നെ അനുഗമിച്ചാൽ ഇങ്ങനെയൊക്കെ കിട്ടും, അതാണ് ഇതാണ്, ഇന്നത്തെ മാർക്കറ്റിംഗ് പോലെ അല്ലേ. യേശുക്രിസ്തു കൺവിൻസ് ചെയ്തില്ല. യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ അനുഗമിക്കുക, അനുഗമിച്ചാൽ നിന്നെ ഞാൻ അതാക്കാം, ഇതാക്കാം, നിന്നെ രാജാവാക്കാം, നിന്നെ അതാക്കാം, ഇതാക്കാം ഒന്നും കർത്താവ് ഓഫറൊന്നും കൊടുത്തില്ല. പക്ഷെ ഒരു ആകർഷണം, സ്നേഹത്തിന്റെ ആകർഷണം, ശാന്ത സന്തോഷമുള്ള ആ മുഖത്തോടുകൂടി യേശു ഒന്ന് പത്രോസിനെ നോക്കിയപ്പോഴേക്കും ആ ഹൃദയം ചലിച്ചു. അതെ, യേശു നോക്കിയാൽ പോലും അവിടെ മാറ്റങ്ങൾ സംഭവിക്കും. യേശു നോക്കിയാൽ അവിടെ സൗഖ്യങ്ങൾ വരും. യേശു ഒന്ന് നോക്കിയാൽ, യേശു ഒന്ന് കൽപ്പിച്ചാൽ, യേശു ഒരു വാക്കൊന്ന് പറഞ്ഞാൽ, യേശു ഒന്ന് തൊട്ടാൽ, യേശു എന്ത് ചെയ്താലും അതിന് മറുപടിയുണ്ട്, പ്രതിഫലനമുണ്ട്. നിങ്ങൾക്ക് യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? അപ്പോൾ അവിടുന്ന് എൻ്റെ നേരെ ഒന്ന് നോക്കണമേ എന്ന്. യേശുവിൻ്റെ ആർദ്രതയുള്ള കണ്ണുകൾ കൊണ്ട് നമ്മെ ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ചലനമുണ്ടാകും. ചലനം, ജീവിതം ചലിക്കും. അത്രമാത്രം സ്നേഹത്താൽ നിറയപ്പെട്ട്, വിശുദ്ധിയാൽ തികയപ്പെട്ട്, ആർദ്രത കവിഞ്ഞൊഴുകുന്ന കണ്ണുകൾ യേശുവിനുണ്ട്.